ഭംഗിയായി തന്നെ നടന്നു. മകള് അവിടെ സന്തോഷായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? എന്തായാലും കുറച്ച് സമയം പിടിക്കും. അങ്ങനെയാണല്ലോ. അവര് വിശ്വസിക്കാവുന്ന കൂട്ടരാ. മകളുടെ കാര്യത്തില് നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ലെന്നേ. കോഫി കൊടുക്കുമോളെ? അങ്ങോട്ട് കൊടുക്ക്. എന്താ മോളെ ഇങ്ങനെ നോക്കുന്നത്? കാപ്പി അങ്ങോട്ട് കൊടുക്ക്. പഴയ ജോലിക്കാരി പോയപ്പോ പുതിയൊരു കുട്ടിയെ ജോലിക്ക് വെച്ചതാ. മോളെ സുജാത, വേദവതിയും പ്രസാദ് സാറും ഒക്കെ വലിയ വലിയ ആൾക്കാരാ. ഇവരെ കുറിച്ച് അറിയാത്ത ആൾക്കാരേ ഇല്ല. എത്ര വലിയ ആൾക്കാരാണെന്നൊക്കെ മുഖം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരാ മോളെ. പാപങ്ങൾ മാത്രം ചെയ്യുന്നവര് ആ പാപം തീർക്കാൻ വേണ്ടി ചിലപ്പോഴൊക്കെ ദാനവും ചെയ്യാറുണ്ട്. എന്താ മോളെ നീ പറയുന്നേ? ആരോട് നീ ഇങ്ങനെ സംസാരിക്കുന്നേ? അയ്യോ, അങ്ങനെ പറഞ്ഞതല്ല. ഞാനിതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. വേദവതിയും പ്രസാദ് റാവു സാറിനെയും ഇങ്ങനെ കാണുന്ന സമയത്ത് അങ്ങനെയുള്ളവരല്ലാന്നും എനിക്ക് തോന്നുന്നുണ്ട്. വേദവതിയമ്മേ, ഞങ്ങളുടെ സുജാത ഇവിടുത്തെ വേലക്കാരിയാണെങ്കിലും ഞങ്ങൾക്ക് അവൾ ഇവിടുത്തെ അംഗത്തെ പോലെയാ. അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത കുട്ടിയാ. വീട്ടിലെ അവസ്ഥ മോശമായതുകൊണ്ട് ജോലിക്ക് വന്നതാ. അതൊക്കെ ഇവർക്ക് അറിയാവുന്ന കാര്യം തന്നെയാ. അത് ഇവർക്ക് എങ്ങനെ അറിയും മോളെ? വിധി മുഴുവൻ വിഷാദം കൊണ്ട് നിറഞ്ഞവരെല്ലാം എന്നെപ്പോലെ ജോലിക്ക് പോയി തന്നെ ജീവിക്കുന്നവരാണെന്നുള്ള കാര്യം ഇതുപോലത്തെ വലിയ ആൾക്കാർക്കൊക്കെ ഊഹിക്കാൻ കഴിയുമെന്നാ ഞാൻ പറഞ്ഞത്. കാപ്പി തണുത്തു പോകും, കുടിച്ചോളൂ. പിന്നെ വേറെ എന്തൊക്കെ വിശേഷമുണ്ട് പ്രസാദ് റാവു സാറേ? എല്ലാം നന്നായി പോകുന്നു. ചെറിയവന്റെ കല്യാണക്കാരിയൊക്കെ എന്തായി? അത് ഇനിയും ശരിയായിട്ടില്ല. ഈ ഇടയ്ക്ക് എന്തോ ശരിയായി എന്ന് കേട്ടല്ലോ. എല്ലാരും സന്തോഷിച്ചെങ്കിലും അതില് ഒരു ചതി ഞങ്ങൾക്ക് പറ്റി. ശരി സാർ, ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോയാ പോരെ? അല്ലല്ല, കുറച്ച് ജോലിയുണ്ട്. ഇറങ്ങട്ടെ എങ്കിൽ വരാൻ. എന്നാ ഞങ്ങൾ ഇറങ്ങി. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഏട്ടാ, സുജാതയെ ഒരു വേലക്കാരിയായി കണ്ടപ്പോ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. ഭർത്താക്കന്മാർക്ക് ഉത്തരവാദിത്വം ഇല്ലാത്തപ്പോഴാ പെൺകുട്ടികൾക്ക് ഇതുപോലുള്ള ജോലികൾക്ക് ഇറങ്ങേണ്ടി വരുന്നത്. അകന്നു നിൽക്കുകയാണെങ്കിലും സുഖമായിരിക്കുന്ന കരുതി. അവസ്ഥ ഇങ്ങനെയായിരിക്കും കരുതിയില്ല. നമ്മളെ കുറിച്ച് അവൾ എന്തെങ്കിലും പറയുമെന്ന് കരുതി. പ്രസാദ് റാവുവിന്റെ മരുമകളാകേണ്ടവൾ ഇങ്ങനൊരവസ്ഥയിലാണ് ഉള്ളതെന്ന് ജനങ്ങൾ അറിഞ്ഞ നിങ്ങളുടെ അഭിമാനം ഇടിഞ്ഞു പോകുമായിരിക്കും അല്ലേ? നിങ്ങളുടെ
നിങ്ങളുടെ മാനം തെരുവ് കച്ചവടം ചെയ്യണമായിരുന്നെങ്കിലും നിങ്ങളുടെ നിലയും വില എപ്പോഴെങ്കിലും ഇല്ലാതാക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നെങ്കിലും ഞാനത് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്ന് ചെയ്യുമായിരുന്നു. ഹലോ, ഒരു 10 മിനിറ്റിൽ ഞാനിപ്പോ അങ്ങോട്ട് എത്താന്നേ. പ്ലീസ് വെയിറ്റ്. നിന്റെ കയ്യിൽ ആ മുറിവ് എന്താണ് മോളെ? നിങ്ങൾ എനിക്ക് തന്ന മുറിവുകൾ വെച്ച് നോക്കുമ്പോ ഇതൊക്കെ ചെറുതല്ലേ? പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കാൻ പാടില്ലേ? ഇങ്ങനെ ഒരു ജോലിക്ക് പോകേണ്ട കാര്യം എന്താ മോളെ? നിങ്ങൾ തരുന്ന പിച്ചക്കാശിനേക്കാളും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാകുന്ന കാശിനുണ്ട് അന്തസ്. ഇതിനെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പറഞ്ഞ് നാണം കെടുത്തും പോലും എനിക്ക് വേറെ പണിയില്ലല്ലോ. മഹത്തായ ജാതകമുള്ള ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ടെന്നും അംഗരംഗ വൈഭവത്തോടെ ആ കല്യാണം എങ്ങനെയെങ്കിലും നടന്നു കിട്ടിയാൽ മതിയെന്നും അന്ന് വലിയ പൊങ്ങച്ചം പറയുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പൊ എന്തോ വലിയ ചതി പറ്റിയെന്ന് പറയുന്ന കേട്ടല്ലോ. അവരൊരു വ്യാജ ജാതകം ഉണ്ടാക്കി ചതിക്കാൻ നോക്കി മോളെ. ആണോ? അത് പിന്നെ എന്തായാലും അങ്ങനെയല്ലേ സംഭവിക്കൂ. എന്റെ ശാപം നിങ്ങളുടെ തലയിൽ ഇല്ലാതിരിക്കില്ലല്ലോ. രക്തബന്ധം ഉള്ളവർ ആ വീട്ടിൽ എന്തായാലും വാഴില്ല. ചതിയിലുണ്ടായ ബന്ധങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാവൂ. അങ്ങനെയുള്ളവരെയൊക്കെ നിങ്ങൾ തലയിലേറ്റി വെച്ച് കൊണ്ടാടുകയും ചെയ്യും. നിങ്ങളുടെ മൂത്ത മരുമകളെ പോലെ നിങ്ങളോട് ഒരു വിധത്തിലും ചേരാത്തത് മാത്രമേ നിങ്ങളുടെ ചെറിയ മരുമകളായിട്ട് വരൂ. കാത്തിരുന്നു. ആരാ അത്? എന്താ അവർ സംസാരിച്ചോണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ആചാരങ്ങളും സമ്പ്രദായങ്ങളും മണ്ണിൽ ചേർന്ന ശേഷം മാത്രമേ ജനങ്ങൾ ഇത്രയും കാലം നിന്നിൽ അർപ്പിച്ച വിശ്വാസങ്ങളെല്ലാം അവർക്ക് നേരെ തിരിഞ്ഞ് ദ്രോഹങ്ങളായിട്ട് മാറും. അവരെന്താ ഈ പറയുന്നേ? എന്താ ഇവര് മിണ്ടാതിരിക്കുന്നേ? മനസ്സിലാവുന്നില്ലല്ലോ. വിഷമം കൊണ്ട് നീ പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്റെ ചുമതല കൊണ്ട് ഞാൻ ഈ നാടിന്റെ ക്ഷേമം ആഗ്രഹിക്കുന്നു. അവസാനം ദൈവത്തിന്റെ തീരുമാനം എന്തായിരിക്കുമെന്ന് നിനക്കറിയാലോ. ആ, അറിഞ്ഞോളാം. നിന്റെ പതനം എന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ വേണ്ടിയെങ്കിലും ഞാൻ ജീവിച്ചിരിക്കും. രാമനൊരു ദൈവമാകാനും പാണ്ഡവരുടെ നന്മ തിരിച്ചറിയാനും കുറച്ച് സമയമെടുത്തിട്ടുണ്ട് മോളെ. നന്മ എന്താണെന്ന് നിനക്ക് തിരിച്ചറിയാൻ ചിലപ്പോ കുറച്ച് സമയമെടുത്തേക്കാം. നോക്കാം. ആ, ഇതാ വരുന്നു. 2 minutes. അവളെ കണ്ടിട്ടൊരു വേലക്കാരിയാണെന്ന് തോന്നുന്നു. എന്തോ പ്രധാനപ്പെട്ട കാര്യമാ പറയുന്നത്. ഞാൻ അറിയാത്ത എന്തോ ഒരു രഹസ്യമുണ്ട് അവിടെ. ഇതെന്താണെന്ന് എത്രയും പെട്ടെന്ന് അറിഞ്ഞേ പറ്റൂ. സ്വന്തം അനീതിയുടെ കുടുംബത്തിനോട് നീ ചെയ്ത ചതി എന്താണെന്ന് അറിയാതെ എന്റെ മുതലാളി നീ എന്തോ വലിയ ആളാണെന്ന് കരുതിയിരിക്കുന്നേ. ഇതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്തേണ്ട മരുമകള് എവിടെയാണാവോ? ഫുഡ് ആകുന്നത് വരെ കിച്ചണിലേക്ക് വരാൻ പാടില്ല. ആ ഹോളിൽ പോയിട്ടിരുന്നു. ഞാൻ ഇവിടെ തന്നെ നിൽക്കൂ. അങ്ങനെയൊന്നും നോക്കാൻ പാടില്ല. എന്റെ സ്വന്തം ഭാര്യയെ ഞാൻ നോക്കുന്നതിൽ എന്താ അത്ര തെറ്റ്? അതില് നിനക്കെന്താ പ്രശ്നം? ഓ,
ഓഹോ, നിങ്ങൾ അങ്ങനെ വന്നതാണോ? അതെ, എനിക്ക് ഇഷ്ടമുള്ളപ്പോ വരും. ഈ കാര്യേ എന്റെ കെട്ടിയോനെങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ നിന്നെ വെച്ചേക്കില്ല. അങ്ങനെയാണോ? അവനോട് എന്റെ മുന്നിലേക്കൊന്ന് വരാൻ പറ നീ. നമുക്ക് നോക്കാലോ. നിങ്ങൾ ഇങ്ങനെ അടുത്തേക്ക് വരല്ലേ. ഞാൻ വരുമെന്നേ. പ്ലീസ് ഏട്ടാ. കുക്കിങ്ങിൽ എന്റെ ഭാര്യ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നത് എന്റെ പൊന്നുമോളെ. സത്യായിട്ടും സത്യമായിട്ടും. ഇത് ഞാൻ ഉണ്ടാക്കിക്കോളാം. നിങ്ങൾ പോയിട്ട് അവിടെ ഇരുന്നേ. അത് സാരമില്ല, ഞാൻ സഹായിക്കാന്നേ. ഇതിങ്ങോട്ട് താ. ഉം. ഉം. പാചകത്തിൽ സഹായിക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടുന്നത് ഭാഗ്യാണെന്നാ പറയാറ്. ആണോ അവനി? അതെ ഏട്ടാ. പാചകത്തിന് മാർക്കിടുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നവരുണ്ടാകുമെന്ന് കല്യാണം കഴിഞ്ഞൊരു ഫ്രണ്ട് പറഞ്ഞിരുന്നു. ഈ കാര്യത്തിലും ഞാൻ വളരെയധികം ലക്കിയാ. അയ്യോ. അയ്യോ. സോറി ഏട്ടാ. തെറ്റ് എന്റെ അല്ലേ? സോറി ഞാനല്ലേ പറയേണ്ടത്. ഫോൺ എടുത്ത് നോക്ക്. അതൊക്കെ അവിടെ കിടക്കട്ടെന്നേ. എനിക്കിപ്പോ തന്നെ നോക്കിയാ മതി. ആദ്യം ഫോൺ എടുക്കേട്ടാ. നിന്റെ മുരളിച്ചേട്ടനാ. ഹലോ. എടാ മണവാളാ, എന്തുണ്ടാ വിശേഷം? സുഖാണോടാ? സാറിപ്പോ എവിടെയാ? ഒരു അർജന്റ് കോൾ വന്നപ്പോ വന്നാ. ഇപ്പൊ ഞാൻ ഡ്യൂട്ടിയിലാ. ആ, എന്റെ പെങ്ങളെന്തിയടാ, സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു. റിസീവൻസ് എങ്ങനെയുണ്ടായി? നിന്റെ വീട്ടിൽ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ലടാ, ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല. തൽക്കാലം ഗസ്റ്റ് ഹൗസിൽ നിർത്തി. അതെന്താടാ ഗസ്റ്റ് ഹൗസിൽ നിർത്തി? എന്തിനാ? ഇവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെയാടാ, അതുകൊണ്ടാ. വേറെ വഴിയില്ല. ബട്ട് സമയമാകുമ്പോ ഞാൻ കൊണ്ടുപോയിരിക്കും. അല്ലടാ, ഇത് വലിയ തെറ്റാ. ഞാൻ നിന്റെ അമ്മ സമ്മതിച്ചെന്ന ഗുഡ് ന്യൂസ് കേൾക്കാൻ വേണ്ടി വിളിച്ച. അമ്മയ്ക്കൊരു ഹെൽത്ത് ഇഷ്യൂ വന്നടാ. കുറച്ച് സമയം എടുത്തിട്ട് അമ്മയെ കൺവിൻസ് ചെയ്യാം. ഡാ പാവാടാ, നീ പറയുന്നൊക്കെ വിശ്വസിക്കും, എല്ലാം കേൾക്കും. ജാതകം എന്നൊക്കെ പറഞ്ഞ് വെറുതെ നീ അവളുടെ ജീവിതം നശിപ്പിക്കരുത്. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? ഡാ, അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞ അപ്പൊ കാണുന്നുണ്ട് ഞാൻ എല്ലാരെയും. നീ മറച്ചു വെക്കുന്ന സത്യം മുഴുവൻ എനിക്ക് പുറത്ത് പറയേണ്ടി വരും. അടുത്തുണ്ടോ? ഫോണൊന്ന് കൊടുത്തേ ഒക്കെ. നിന്റെ മുരളിച്ചേട്ടന് സംസാരിക്കണമെന്ന്. സുഖമായിട്ടിരിക്കുന്നു ചേട്ടാ. ഞാൻ ഓക്കെയാ മോളെ. നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാതിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതാ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തത്. ഏട്ടൻ എനിക്കൊരു ജീവിതം തന്നു. അദ്ദേഹത്തിന്റെ അവസ്ഥയെ ഞാനല്ലാതെ വേറെ ആരാ മനസ്സിലാക്കേണ്ടത്? രാമനെ കുറിച്ച് സീത ആലോചിച്ച പോലെ ഈ കാലഘട്ടത്തിലും നിന്നെ പോലത്തെ കുട്ടികള് ഭർത്താവിനെ കുറിച്ച് വിശാല ഹൃദയത്തോടെ ആലോചിക്കുന്നത് കൊണ്ടാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇപ്പോഴും ഇവിടെ ഉള്ളത്. നീ ഗ്രേറ്റ് ആണ്. ഈ മനസ്സൊക്കെ അദ്ദേഹം കാരണം ഉണ്ടായതല്ല ചേട്ടാ. അവനെ നീ ഇങ്ങനെ പൊക്കി പറഞ്ഞു. കൊമ്പത്ത് കയറി ഇരിക്കട്ടെ അവൻ. പറ്റുന്നത്ര വേഗത്തില് അവന്റെ വീട്ടിൽ കയറി പറ്റാൻ നോക്ക്. എത്രയും പെട്ടെന്ന് ഏട്ടൻ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ഏട്ടാ. നിന്റെ വിശ്വാസത്തിന് എന്തെങ്കിലും തെറ്റുപറ്റിയാലും ബുദ്ധിമുട്ടുണ്ടായാലും ഉടനെ എന്നെ വിളിക്കണം മോളെ. ഇല്ല ചേട്ടാ, ഏട്ടൻ എന്റെ വിശ്വാസം ഒരിക്കലും ഇല്ലാതാക്കില്ല. ശരി മോളെ, ഞാൻ വെക്കട്ടെ. ശരി ഏട്ടാ, ടേക്ക് കെയർ. ബൈ മോളെ. ഇനി ഞാൻ പോയി എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. അവനെ, എന്താ ഏട്ടാ? തനിക്ക് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? മേഘങ്ങളിൽ മറിഞ്ഞ് കുറച്ചു സമയം വെയിലില്ലാതായത് കൊണ്ട് മാത്രം സൂര്യനോട് നമുക്ക് ദേഷ്യം തോന്നാറുണ്ടോ? എന്റെ ജീവിതത്തില് വെളിച്ചം കൊണ്ടുവന്ന ദൈവമാ നിങ്ങള്. നിങ്ങളോട് എനിക്ക് എങ്ങനെ ദേഷ്യം തോന്നാനാ?
എനിക്ക് ചെറിയൊരു വർക്കുണ്ട്. ഞാനത് പുറത്തു പോയിട്ട് വരട്ടെ. ശരി ഏട്ടാ. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ഞങ്ങളുടെ പാർട്ടിക്ക് തന്നെ തരണം. ഉറപ്പായിട്ടും മറന്നുപോരുത്. ചെയ്തിരിക്കും. താങ്ക് യു. തീർച്ചയായും. മറക്കാതെ എന്റെ അച്ഛന് തന്നെ വോട്ട് ചെയ്യണേ. ശരി സാർ. ചിഹ്നം മറക്കണ്ട. ശരി സാർ. വോട്ട് ചെയ്യണം കേട്ടോ. തീർച്ചയായും. അന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വീഡിയോ വൈറലായത് ഇവന്റെ തന്നെയല്ലേ? അതെ അതെ, ഏതോ ഒരു പെൺകുട്ടി ഇവനെ ചെരുപ്പ് കൊണ്ടാ അടിച്ചത്. ഇവനെ പോലുള്ളവർക്ക് നാണോ മാനോ ഉണ്ടാവില്ല. ഇറങ്ങി നടന്നോളും. നീ പറഞ്ഞു ശരിയാ. എന്ത് സംഭവിച്ചാലും ഇളിച്ചോണ്ട് വന്നോളൂ. നമ്മുടെ വീട്ടിലാ ഇത് സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ പിന്നെ പുറത്തിറങ്ങിയേ ഇല്ലായിരുന്നു. ഇങ്ങനെയുള്ളവരെ വെറുതെ വിട്ടാ എന്നെ കുറിച്ച് ഇനിയും ചീപ്പായിട്ട് സംസാരിക്കും. നമ്മൾ വന്നത് അതിനല്ല. ഇങ്ങനെ പ്രചരണ സമയത്ത് നാട്ടുകാരോട് പ്രശ്നം ഉണ്ടാക്കാൻ നിന്നാൽ അത് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കും. അതെ സുരേന്ദ്ര, അത് വലിയ പ്രശ്നമാവും. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഡിപ്പോസിറ്റ് പോലും കിട്ടില്ല. അച്ഛനാണ് നാണക്കേട്. ആ ടൂറിസ്റ്റ് ഗൈഡ് ഉണ്ടാക്കിയ അപമാനം ഏതോ വിധത്തിൽ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. എവിടെയോ എന്തൊക്കെയോ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു. ചെരുപ്പ് കൊണ്ടടിച്ച ആ പെൺകുട്ടിയോട് ഈ സുരേന്ദ്ര കാണിച്ച റിവഞ്ച് ഭയങ്കരമായി കൂടിപ്പോയെന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന പോലെ ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കണമെന്നുണ്ട് എനിക്ക്. അവനുടെ സമയം മോശമാകുമ്പോൾ തീർച്ചയായും എവിടെയെങ്കിലും വെച്ച് നിന്റെ മുമ്പിൽ പെട്ടോളും. നിന്റെ ടൈം നല്ലതാണെങ്കിൽ ഈ ഏരിയയിൽ എവിടെയെങ്കിലും വെച്ച് അവളെ കണ്ടാലോ? എനിക്ക് നല്ല മൂഡില്ല. ഇന്നിനി മതി. വാ പോയേക്കാം. ഈ വഴിയിൽ 1-2 വീടും ഒരു ഗസ്റ്റ് ഹൗസും ഉണ്ട്. അതും കൂടി നമുക്ക് കവർ ചെയ്യാം. അദ്ദേഹം തിരിച്ചെത്തുന്നതിന് മുമ്പ് നല്ല ഭക്ഷണം ഉണ്ടാക്കി വെക്കണം. സിസ്റ്റർ ഇന്ന് രാവിലെ നടക്കാൻ ഇറങ്ങിയില്ലേ?